ഹായ് മക്കളെ, ബഹാവുദ്ദീൻ സാറാണ്. ദേ നമ്മുടെ ഓണം എക്സാമിന് ടൈം ടേബിളൊക്കെ ഇങ്ങനെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടല്ലേ. 25-ാം തീയതിയാണ് നമ്മുടെ +2 അക്കൗണ്ടൻസിയുടെ എക്സാം വരുന്നത്. 22-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം എക്കണോമിക്സ് എക്സാമിന് ശേഷം 23, 24 ഈ 2 ശനിയും ഞായറും ഈ 2 ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 അക്കൗണ്ടൻസിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൽ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററും രണ്ടാം ചാപ്റ്റർ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഹാഫ് പോർഷനാണ് നമുക്ക് എക്സാമിനേഷന് വരാനുള്ളത്. ഇതിൽ നിന്നും ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കേസിലേക്ക് മാത്രം നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് നോക്കേണ്ടതായിട്ടുണ്ട്, ആദ്യ ഭാഗത്ത് തിയറി പോർഷൻസ് നമ്മൾ നോക്കണം. അതായത് റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ആ ഒരു ഭാഗത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ഒരു തിയറി ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാം. രണ്ടാമതായി പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും. ഇത് രണ്ടും നമുക്ക് എക്സാമിനേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണെന്ത്, പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും. മറ്റു ടോപ്പിക് നമുക്ക് പറയേണ്ടതായിട്ടുള്ളത് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സുമാണ്. ഈ 2 ടോപ്പിക്കും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുന്നത്. കാരണം ആനുവൽ എക്സാമിന് പോലും നമുക്ക് 100% ഷുവർ ക്വസ്റ്റ്യൻ തരാൻ പറ്റുന്ന ഒരു ഏരിയ ആണെന്ത്, കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ. ദെൻ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാൻ ബാക്കിയുള്ളത് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ആണ്. 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്തൊക്കെ വന്നാലും നമ്മുടെ ഈ ഓണം എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റിൻ്റെ ക്വസ്റ്റ്യൻസ്. സോ ഈ ഒരു ഭാഗങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. ഇനി സെക്കൻഡ് ചാപ്റ്ററിൻ്റെ കേസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടേക്ക് പോവുകയാണെങ്കിൽ നിർബന്ധമായും പഠിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ്. ഈ കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 5 കേസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു കേസായിരിക്കും നമുക്ക് എക്സാമിനേഷൻ ഉണ്ടാവുക. മിക്കവാറും അത് കേസ് 3ഓ കേസ് 4ഓ ആവാൻ ചാൻസ് ഭയങ്കര ഹൈ ആണ്. ക്ലിയർ അല്ലേ? സോ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യുക, ആ ഒരു ടോപ്പിക്ക് പഠിച്ചിരിക്കണം. ദെൻ മറ്റൊരു കാര്യം, ജേർണൽ എൻട്രീസിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഗുഡ് വില്ലിന്റെ കാൽക്കുലേഷൻ 5 മെത്തേഡ് പഠിക്കാനുണ്ട്. ഈ 5 മെത്തേഡിൽ ഒരു കേസ് കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ വരും, കൂടാതെ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ. അതായത് ജേർണൽ എൻട്രിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് എന്തുണ്ടാവും, ചോദ്യം നിർബന്ധമായിട്ടും അഷ്വർ ചെയ്യാം, ഉറപ്പിക്കാൻ പറ്റുന്നതാണ്. സോ എക്സാമിനേഷനിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ഏരിയാസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു ടോപ്പിക്സ് ഒരിക്കലും സ്കിപ്പ് ആക്കരുത്. കാരണം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഇനി നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്കൊരു ശനിയും ഒരു ഞായറും നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ. സോ നമുക്ക് മാരത്തോൺ ആയിട്ടും മിനി മാരത്തോൺ ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് ടോപ്പിക്സ് ഒക്കെ ക്ലിയർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, മുമ്പോട്ട് പോകാം. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വളരാം. ടീം സൈലം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്.